നമസ്കാരം, ബ്രെയിൻ ടെക്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് മെഷീൻ ലേണിംഗ് അൽഗോരിതം വർക്ക് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു ഓവറോൾ പ്രൊസീജിയർ ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ കുറച്ചും കൂടി ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡെപ്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോവുകയാണ്. അതിൽ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എങ്ങനെയാണ് എറർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എന്താണ് എറർ, എങ്ങനെയാണ് എറർ വരുന്നത് എന്നുള്ളതിൻ്റെ കോൺസെപ്റ്റൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങളത് കാണുക, അതിൻ്റെ ഒരു ബാക്കിയാണ്. അതുകൊണ്ട് തന്നെ അത് കണ്ടാൽ മാത്രമേ എന്താണ് ഇവിടെ പറയുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെയാണ് എറർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പറയാം. അപ്പോൾ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയെന്നുള്ളത് നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാനായിട്ട് നമ്മൾ കാര്യമായിട്ട് ചെയ്യുന്നത്, നിങ്ങൾക്കൊരു ഡാറ്റ ഉണ്ട്, നമ്പർ ഓഫ് റൂംസും അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസസ് ഇൻ ലാക്സും. ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് റൂം നമ്പർ 4 ആകുമ്പോൾ നമുക്ക് ആ ഡാറ്റ ഇല്ല. നമ്മൾ മെഷീൻ ലേണിംഗ് ഒരു അൽഗോരിതം ബിൽഡ് ചെയ്യാണ്, അത് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഒരു ഹൈപ്പോത്തിസിസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സ്ലോപ്പ് അതുപോലെ തന്നെ വൈ ഇൻ്റർസെപ്റ്റ് അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു അസംഷനിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് സൈഡ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഓവറോൾ പ്രൊസീജിയർ ആണ്. നിങ്ങൾ ഹൈപ്പോത്തിസിസ് എന്ത് ചെയ്യുന്നു, ഹൈപ്പോത്തിസിസ് ഉപയോഗിച്ചിട്ടാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഹൈപ്പോത്തിസിസ് നമ്മൾ അസ്യൂം ചെയ്തതുകൊണ്ട് തന്നെ ഇത് കൃത്യമല്ല, ഇതിൽ എററുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്, എറർ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നതിന് മുമ്പേ നമുക്ക് ഒന്നും കൂടി കൃത്യമായിട്ട് ആ കൊടുത്ത ഇക്വേഷൻ എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. നമ്മൾ എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈപ്പോത്തിസിസ് ആണ്. അത് ലീനിയർ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ നമ്പർ ഓഫ് റൂംസ് ആണ് എടുത്തിരിക്കുന്നത്, അല്ലേ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഗ്രാഫ് പ്ലോട്ട് ചെയ്തിരുന്നു. അതിൽ എക്സ് ആക്സിസിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്പർ ഓഫ് റൂംസ് ആണ്. അത് ലീനിയർ ഫംഗ്ഷൻ ആണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഹൈപ്പോത്തിസിസ് ആയിട്ട് മുന്നോട്ട് പോകുന്നത്. അത് ലീനിയർ അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈപ്പോത്തിസിസ് അവിടെ ഫിറ്റ് ആവില്ല. അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയമാണ്, എങ്ങനെയാണ് ഹൈപ്പോത്തിസിസ് സെലക്ട് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് അറിയാം എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സ് ആണെന്നുള്ളത്. എന്താണ് ലീനിയർ ഫംഗ്ഷൻ എന്നൊക്കെ ഉള്ളത് മെഷീൻ ലേണിംഗ് ഫോർ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞ സമയത്ത് ഫംഗ്ഷനെ കുറിച്ചും ലീനിയർ ഫംഗ്ഷനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മാത്സിൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ ആ ഒരു ലെക്ചർ സീരീസ് കണ്ടിട്ട് ഇതിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. പിന്നെ നമ്മൾ കൊടുത്തേക്കുന്നത് തീറ്റ ഐ ആർ പാരാമീറ്റേഴ്സ്. ഐ നമ്മൾ ജനറലൈസ് ചെയ്തിട്ട് പറഞ്ഞതാണ്, ഐക്ക് ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. ഇവിടെ ഐ എടുത്തിരിക്കുന്ന വാല്യൂ 0, 1 ആണ്. തീറ്റ 0 എന്ന് പറയുന്നത് വൈ ഇൻ്റർസെപ്റ്റ് ആണ്. ആൻഡ് തീറ്റ 1 എന്ന് പറയുന്നത് ഗ്രേഡിയൻ്റ് ആണ്, സ്ലോപ്പ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും പാരാമീറ്റേഴ്സ് സങ്കല്പിക്കാം, നിങ്ങളുടെ ഇക്വേഷൻ വേണമെങ്കിൽ വലുതാക്കാം. പക്ഷേ ഈ ഒരു കേസിൽ നമുക്ക് ഓൾറെഡി അറിഞ്ഞിരിക്കുന്നു അതൊരു ലീനിയർ ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ y = mx + c എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു പ്രഡിക്ഷൻ നടത്താമെന്നുള്ളത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് നൊട്ടേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം, കാരണം ഇനി നമ്മൾ ഇതിൻ്റെ മാത്സിലേക്ക് പോവുകയാണ്. അപ്പോൾ മാത്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഇക്വേഷനാണ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആ ഇക്വേഷനിൽ കുറേ വേരിയബിൾസ് ഉണ്ടാവും, അതിന് കുറച്ച് നൊട്ടേഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കും. കാരണം ആ ഒരു നൊട്ടേഷൻസ് ഒക്കെ മനസ്സിലാക്കിയാൽ ആ ഇക്വേഷൻ എന്താണ് നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ എം എന്ന് കൊടുക്കുന്നത് പണ്ട് നമ്മൾ സ്ലോപ്പ് എന്നാണ് പഠിച്ചിരുന്നത് മാത്സിൻ്റെ കോൺസെപ്റ്റിൽ. പക്ഷേ ഇവിടെ മെഷീൻ ലേണിംഗിലേക്ക് വരുമ്പോൾ അത് നമ്പർ ഓഫ് ട്രെയിനിങ് എക്സാമ്പിൾസ് ആണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നിങ്ങളുടെ നമ്പർ ഓഫ് ട്രെയിനിങ് എക്സാമ്പിൾസ് 6 ആണ്. 7 എണ്ണം ഉണ്ടെങ്കിലും ഒന്നിൻ്റെ ഡാറ്റ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് 6 ഉള്ളൂ. അതാണ് നിങ്ങളുടെ എം എന്ന് പറയുന്നത്. എക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫീച്ചേഴ്സ് ആണ്, നിങ്ങളുടെ ഇൻപുട്ട് വേരിയബിൾസ് ആണ്. ഇവിടെ 1 ഉള്ളൂ, അത് നമ്പർ ഓഫ് റൂംസ് ആണ്. വൈ എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്, എന്താണ് നിങ്ങളുടെ ടാർഗറ്റ് വേരിയബിൾ എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് പ്രൈസ് ആണ്. ഇനി നിങ്ങളൊരു നൊട്ടേഷൻ ശ്രദ്ധിക്കുക, xi, yj എന്ന് കൊടുത്താൽ അത് ശരിക്കും ട്രെയിനിങ്ങിൻ്റെ ith ട്രെയിനിങ് എക്സാമ്പിളിലേക്കാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. ഉദാഹരണത്തിന് x3 y3 എന്ന് കൊടുത്താൽ നമ്മൾ എന്താണ് ബേസിക്കലി പറയുന്നത്, x3 എന്ന് പറയുമ്പോൾ 3ാമത്തെ ട്രെയിനിങ് ഐറ്റം. ഓക്കെ, 3ാമത്തെന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുക, നമ്പർ ഓഫ് റൂംസ് എന്ന് പറയുന്നത് 3, അതുപോലെ തന്നെ y3 അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൈസ് വാല്യൂ 144. ഈ രീതിയിലാണ് ആ ഒരു നൊട്ടേഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനെ ജനറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഐ ജെ കെ എന്നൊക്കെ ഇടുന്നത്. മാത്സിലെ ഒരു ടെക്നിക്കാണ്. കാരണം നിങ്ങൾക്ക് ഒരുപാട് വാല്യൂസ് ഉണ്ടെങ്കിൽ എല്ലാം എഴുതി കൂട്ടുക എന്നൊന്നും പറയുന്നത് എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ എത്രത്തോളം സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ടായിരിക്കും കാര്യങ്ങൾ പറയുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എറർ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഈ പ്ലോട്ട് ചെയ്തേക്കുന്നത് നമുക്ക് ഈ കിട്ടിയ ഡാറ്റ അതുപോലെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ഹൈപ്പോത്തിസിസ് അസ്യൂം ചെയ്യുന്നു. നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, നമുക്ക് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ ആണെന്നുള്ളത് പ്രത്യേകം ചിന്തിക്കുക കേട്ടോ. മനുഷ്യന് ഇത് ഈസിലി പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. ഒരു ഹൈപ്പോത്തിസിസ് തുടങ്ങുന്നു. ഹൈപ്പോത്തിസിസിൽ ഈ ഒരു ലൈൻ തന്നെ ആയിരിക്കണം എന്നൊന്നുമില്ല. നമുക്ക് തീറ്റ 0നും തീറ്റ 1നും കൊടുക്കുന്ന വാല്യൂവിനനുസരിച്ച് ഈ ലൈൻ എവിടെ വേണമെങ്കിലും വരാം. പക്ഷേ നമ്മുടെ എളുപ്പത്തിന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ലെറ്റ്സ് സേ ഈ ഒരു ലൈൻ ഇവിടെയാണ് വരുന്നതെന്ന് നമ്മൾ സങ്കല്പിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഏരോ മാർക്ക് ഇട്ടിട്ട്, റെഡ് ഏരോ മാർക്ക് ഇട്ട് കാണിച്ചിരിക്കുന്നതാണ് എറർ എന്ന് പറയുന്നത്.
എങ്ങനെയാണ് ഈ എറർ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ള മെയിൻ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ബ്ലാക്ക് ലൈനെ നമ്മൾ ഒഴിവാക്കിയിട്ട് അതിന്റെ പോയിന്റ്സിനെ മാർക്ക് ചെയ്യുന്നു. അതാണ് ഈ യെല്ലോ പോയിന്റ്സിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ ആക്ച്വൽ ഡാറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങളുടെ ഹൈപ്പോത്തസിസ് ഉള്ള ഒരു ഡാറ്റ പോയിന്റ് എന്നുള്ളത് നിങ്ങൾ അസ്യൂം ചെയ്താൽ മതി. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി എറർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ യെല്ലോ പോയിന്റും ഈ ഒരു ലൈറ്റ് ബ്ലൂ പോയിന്റും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും നിങ്ങളുടെ എറർ എന്ന് പറയുന്നത്. അത് ഒരു പോയിന്റിനല്ല, അത് നിങ്ങൾ എല്ലാ പോയിന്റിനും കാൽക്കുലേറ്റ് ചെയ്യാം. ഉദാഹരണത്തിന് ആദ്യത്തെ പോയിന്റ് എടുക്കാൻ നിങ്ങൾക്ക് അതിന്റെ എറർ എന്ന് പറയുന്നത് y1 മൈനസ് എച്ച് ഓഫ് x1 എന്ന് എഴുതാം. കാരണം y മൈനസ് എച്ച് ആണ് ബേസിക്കലി ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത്. എച്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൈപ്പോത്തസിസിലെ പോയിന്റിന്റെ ഈ ഒരു ആക്സസിൽ വരുന്ന വാല്യൂ ആണ്. y1 എന്ന് പറയുന്നത് ഈ ഒരു ബ്ലൂ പോയിന്റിലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ ആണ്. അത് നമുക്കറിയാം 55 ആണ് എന്നുള്ളത്. ഈ ഒരു ഡിഫറൻസ് ആണ് നിങ്ങൾക്ക് y1 മൈനസ് എച്ച് ഓഫ് x1 എന്നതുകൊണ്ട് പറയുന്നത്. ഈ ഒരു പോയിന്റ് ആദ്യത്തെ പോയിന്റ് ആയതുകൊണ്ട് നമുക്ക് y1 മൈനസ് എച്ച് ഓഫ് x1 എന്ന് എഴുതാം. രണ്ടാമത്തെ പോയിന്റ് ആകുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം, y2 മൈനസ് എച്ച് ഓഫ് x2. അങ്ങനെ ആ രീതിയിൽ നിങ്ങൾക്ക് എത്ര പോയിന്റ് ഉണ്ടോ അത്രയും പോയിന്റിന്റെ എറർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു y1 y2 y3 എന്ന് പറയുന്നതിന് പകരം ഉടനെ നിങ്ങൾക്ക് അത്രയും റിപ്പീറ്റേഷൻ ഉണ്ടെങ്കിൽ മാക്സിൽ നമുക്കത് ജനറലൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ y മൈനസ് എച്ച് ഓഫ് xi എന്ന് കൊടുത്തിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ എറർ എന്ന് ഇവിടെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി പറയാം yi മൈനസ് എച്ച് ഓഫ് xi. അത് ഒരു പോയിന്റിനല്ല, i വാരീസ് ഫ്രം 1 to m. m എന്ന് പറയുന്നത് നമ്മുടെ ട്രെയിനിങ് സെറ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒന്നും കൂടി പറയാം. നമ്മൾ മാത്തമാറ്റിക്കലി എഴുതുമ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് ചിലപ്പം നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി പറയുന്നത്. നമ്മൾ ബേസിക്കലി ഇവിടെ ചെയ്യുന്നത് എന്താണ്, എററാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ഓരോ പോയിന്റ്സിലും എറർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനെ പിന്നെ നമ്മൾ ജനറലൈസ് ചെയ്തിട്ട് എഴുതുന്നു. എത്രത്തോളം ട്രെയിനിങ് സെറ്റ് ഉണ്ടോ, എത്രത്തോളം പോയിന്റ്സ് ഉണ്ടോ അത്രയും പോയിന്റിന്റെ എറർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എറർ ടോട്ടൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതിന്റെ സമ്മേഷൻ ആയിട്ട് നിങ്ങൾക്ക് ഓരോ പോയിന്റിലെ എറർ അക്യുമുലേറ്റ് ചെയ്തിട്ട് മൊത്തത്തിൽ വരുന്നതായിരിക്കും നിങ്ങളുടെ എറർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ ഈ ഓരോ പോയിന്റിലെ എറർ കണ്ടുപിടിച്ചിട്ട് നിങ്ങളത് സം ചെയ്യുക. രണ്ടാമത് നമ്മൾ ഇതിന്റെ സ്ക്വയർ ആണ് എടുക്കുന്നത്. ഓരോ എററിന്റെയും സ്ക്വയർ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും, എന്തിനാണ് ഇവിടെ സ്ക്വയർ ചെയ്യുന്നത് എന്നുള്ളത്. നിങ്ങളൊരു ലൈൻ ഇമാജിൻ ചെയ്യുക, ഇവിടെ കാണിച്ചതുപോലെ ആ ലൈൻ ഈ ഡാറ്റേനെ ക്രോസ് ചെയ്ത് പോകുന്നതായിട്ട് സങ്കല്പിക്കും. എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് അതിന്റെ എറർ പോസിറ്റീവും മറ്റേ ഭാഗത്ത് അതിന്റെ എറർ നെഗറ്റീവ് ആവുന്ന ഒരു സാഹചര്യം നിങ്ങൾ ചിന്തിക്കുക. അപ്പം എന്താ പ്രശ്നം, നിങ്ങൾ എറർ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ് എറർ 0 എന്ന് കാണിക്കും. കാരണം എത്രത്തോളം എറർ ഇവിടെ വരുന്നുണ്ടോ അതിനെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു എറർ ആയിരിക്കും ഇപ്പുറത്തെ സൈഡിലും വരിക. അപ്പോൾ അത് നിങ്ങൾ ഡയറക്റ്റ്ലി സം ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവുന്നത് കാരണം നിങ്ങളുടെ എറർ വളരെ കുറഞ്ഞിട്ട് കാണിക്കും. പക്ഷെ ശരിക്കും നിങ്ങളുടെ എറർ വളരെ കൂടുതലാണ്. ഈ ഒരു പ്രശ്നം കാരണം നിങ്ങൾക്ക് എറർ വളരെ കുറവ് അല്ലെങ്കിൽ 0 ആയി പോകാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്വയർ ചെയ്യുന്നത്. അതാണ് ഒരു റീസൺ. രണ്ടാമത്തെ റീസൺ നമുക്ക് മാത്തമാറ്റിക്കലി ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ ഒരു ഇക്വേഷൻ്റെ ഡിഫറൻസിയേഷൻ പിന്നീട് ചെയ്യുന്നുണ്ട്. നമ്മൾ ലീനിയർ ഫംഗ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. നിങ്ങളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് സ്ക്വയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ലീനിയർ ഇക്വേഷൻ ആയിരിക്കും. നമുക്ക് അത്തരത്തിലുള്ള ഒരു ലീനിയർ ഇക്വേഷനാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ സ്ക്വയർ ചെയ്യുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് എന്താണ് ഞാനിപ്പോൾ പറഞ്ഞതെന്നുള്ളത് ആകെ സംശയമായി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിഫറൻസിയേഷനെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് ഒരു 1 hour ലെക്ചർ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കാണുക. അപ്പം ഞാൻ ഈ പറഞ്ഞ കോൺസെപ്റ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്, ഓരോ പോയിന്റിൽ എറർ കണ്ടുപിടിച്ചു, അതിനെ സ്ക്വയർ ചെയ്തു. മീൻസ് അത് സം ചെയ്യണം. സം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ രീതിയിൽ കാണിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്താണോ സം ചെയ്ത് കാണിച്ചിരിക്കുന്നത് അത് തന്നെ വളരെ സിംപ്ലിഫൈ ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ് ഇവിടെ. എന്താണ് ഈ ഇക്വേഷൻ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് ഒന്നുകൂടി നോക്കാം. സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സം ഓഫ്, അത് മാക്സിലറി നൊട്ടേഷൻ ആണ്. ഈ രീതിയിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് സിഗ്മ എന്നാണ്. സിഗ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സം ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. എവിടം തൊട്ടിട്ട് എവിടം വരെയാണ് സം ചെയ്യുന്നത്, ഫ്രം 1 to m. i 1 2 അങ്ങനെ m വരെ. m എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു നമ്പർ ഓഫ് ട്രെയിനിങ് സെറ്റ്സ്. എത്രത്തോളം ഡാറ്റ പോയിന്റ്സ് നിങ്ങൾക്ക് ഉണ്ടോ, എത്രത്തോളം ട്രെയിനിങ് സെറ്റ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണോ അത്രയും പോയിന്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സം ചെയ്യണം. എന്താണ് നിങ്ങൾ സം ചെയ്യുന്നത്, നിങ്ങളുടെ എറർ ആണ് നിങ്ങൾ സം ചെയ്യുന്നത്. എന്താണ് എറർ, നിങ്ങളുടെ y മൈനസ് എച്ച്, നിങ്ങളുടെ ആക്ച്വൽ വാല്യൂ മൈനസ് നിങ്ങളുടെ ഹൈപ്പോത്തിസിസ് ആണ് നമ്മൾ സം ചെയ്യുന്നത്. അതും നമ്മൾ സം ചെയ്യുന്നത് വെറുതെ സം ചെയ്യല്ല, നമ്മളത് സ്ക്വയർ ചെയ്തിട്ടാണ് സം ചെയ്യുന്നത്. എന്തിനാണ് സ്ക്വയർ ചെയ്യുന്നത് എന്നുള്ളതും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ i എന്ന് കൊടുത്തിരിക്കുന്നത് i ആണ് ഓരോ പ്രാവശ്യം വാല്യൂ എടുക്കുക. അപ്പോൾ i 1 വരുമ്പോൾ ഇവിടെ y1 മൈനസ് എച്ച് ഓഫ് x1 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. പിന്നെ പ്ലസ്, ഓക്കെ, ആ പ്ലസ് കാണിക്കുന്നത് ഈ സിഗ്മയാണ്. പ്ലസ് ഐൻ്റെ വാല്യൂ 2 എടുക്കുമ്പോൾ അടുത്ത വാല്യൂ എടുക്കുന്നു. അങ്ങനെ ഓരോ പ്രാവശ്യം ഇത് സം ചെയ്ത് വരുന്നു. ചുരുക്കി പറഞ്ഞ് ഇവിടെ കൊടുത്ത അതേ സാധനം തന്നെയാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്.
മാത്തമാറ്റിക്കലി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കൊടുത്തുന്നുള്ളൂ. പക്ഷെ ആ സിംപ്ലിഫിക്കേഷൻ മനസ്സിലായിട്ടില്ലെങ്കിൽ മാത്സ് വളരെ കോംപ്ലിക്കേറ്റഡ് ആവും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു കോസ്റ്റ് ഫംഗ്ഷനാണ്. കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഒരു ഇക്വേഷൻ ആണ്. എന്തുകൊണ്ട് കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നു? കോസ്റ്റ് എന്ന് പറയാൻ കാരണം നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ഇൻപുട്ട് വാല്യൂസ് കണ്ടുപിടിക്കാനാണ് ആ കോസ്റ്റ് ഫംഗ്ഷനിലൂടെ ശ്രമിക്കുന്നത്. എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹൈപ്പോത്തസിസ് കൊണ്ടുവരാമെന്നുള്ളതാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇറ്ററേറ്റീവ് പ്രൊസീജിയറാണ്. കമ്പ്യൂട്ടറിന് കമ്പ്യൂട്ടേഷനിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കാരണം കമ്പ്യൂട്ടേഷനിൽ അത് കോസ്റ്റ്ലിയർ ആണ്. എന്താണ് നിങ്ങളുടെ കോസ്റ്റ് ഫംഗ്ഷൻ? നമ്മൾ ഫൈനലി ഈ ഒരു പ്രധാനപ്പെട്ട ഇക്വേഷനിലേക്ക് വരാം. മെഷീൻ ലേണിംഗിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് കോസ്റ്റ് ഫംഗ്ഷൻ എന്താണെന്നുള്ളത്. കോസ്റ്റ് ഫംഗ്ഷൻ നമ്മൾ പറയുന്നത് ജെ എന്നാണ്. ജെ എന്നുള്ള ഒരു നൊട്ടേഷൻ അതിന് കൊടുത്തു. ജെ ഓഫ് ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് അറിയാം θ0 θ1. ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ ഇട്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. എന്തുകൊണ്ടെന്നാൽ ജെ എന്ന് പറയുന്നത് ഈ ഒരു 2 പാരാമീറ്റേഴ്സിന്റെ ഫംഗ്ഷൻ ആണ്. സ്ലോപ്പിന്റെയും y ഇന്റർസെപ്റ്റിന്റെയും ഫംഗ്ഷൻ ആണ് ജെ എന്ന് വെച്ചാൽ ഇത് 2 പാരാമീറ്റേഴ്സും മാറുന്നതിനനുസരിച്ച് ജെ മാറാം എന്നുള്ളത് കൊണ്ടാണ് ഇതിന് ഈ ഒരു നൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് മനസ്സിലേക്ക് ഇത്രയും കാര്യങ്ങൾ വരണം. എന്താണ്? ഈ ഒരു ഫംഗ്ഷൻ ആണ്, ഈ ഒരു ഫംഗ്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഇത് രണ്ടും. ഈ 2 ആൾക്കാർ മാറുന്നതിനനുസരിച്ച് ഈ ഒരു ജെയുടെ വാല്യൂ മാറും എന്നുള്ളതാണ് ഈ ഒരു നൊട്ടേഷനിലൂടെ അത് പറയാൻ ശ്രമിക്കുന്നത്. ജെ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എററാണ്. എറർ എന്താണെന്നുള്ളത് ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിനോടാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത്. ഇവിടെ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട്. ഒന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ 1/2m എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. എം എന്താണെന്ന് നമ്മൾ പറഞ്ഞതാണ് ട്രെയിനിങ് സെറ്റ് ആണ്. എന്തുകൊണ്ട് ട്രെയിനിങ് സെറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, സ്ക്വയർ ചെയ്തിട്ട് നിങ്ങൾ ആഡ് ചെയ്യാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എറർ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അതിനൊന്ന് ആവറേജ് ചെയ്യുക എന്നുള്ള ഒരു കോൺസെപ്റ്റിന് വേണ്ടിയിട്ടാണ് ഇവിടെ എം കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ വാല്യൂ വളരെ വല്ലാതെ പോവില്ല. നിങ്ങളുടെ ട്രെയിനിങ് സെറ്റ് കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എറർ വളരെ വലുതായിരിക്കും. ഈ ഒരു ആവറേജ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനൊന്നും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. പിന്നെ നമ്മളൊരു 1/2 കൊടുത്തിട്ടുണ്ട്. ഇത് വീണ്ടും മാത്തമാറ്റിക്കൽ കൺവീനിയൻസിന് വേണ്ടി കൊടുത്തതാണ്. ഈ 2 എവിടുന്ന് വന്നു, അല്ലെങ്കിൽ ഈ 1/2 എവിടെ വന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു സ്ക്വയർ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു പവർ എത്രയാണോ അതായിരിക്കും നിങ്ങളുടെ കോയിഫിഷ്യൻ്റ് ആയിട്ട് വരിക. അത് ക്യാൻസൽ ഔട്ട് ചെയ്ത് പോയി ഒരു ഇക്വേഷൻ നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ 1/2 ഇട്ടിരിക്കുന്നത്. ഈ ബ്രാക്കറ്റിനുള്ളിൽ കൊടുത്ത സാധനം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, സം ഓഫ് എറർ സ്ക്വയർ ആണ്. ഇതിനെയാണ് നമ്മൾ കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് അൽഗോരിതത്തിന്റെ എയിം എന്തായിരിക്കും? ആദ്യം തന്നെ ഈ ഇക്വേഷൻ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. പിന്നെ ആ ഇക്വേഷൻ എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ, അതിന്റെ വാല്യൂ എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറയ്ക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ അൽഗോരിതത്തിന്റെ എയിം. അത് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ θ1ഉം θ0യും മാറ്റണം, അപ്ഡേറ്റ് ചെയ്യണം. നമ്മുടെ അടുത്ത ചോദ്യം, ഓക്കെ, കോസ്റ്റ് ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലായി, എറർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് മനസ്സിലായി. ഇനി എറർ കുറയ്ക്കാൻ എന്ത് ചെയ്യണം? നിങ്ങളുടെ θ0യും θ1ഉം, അതായത് നിങ്ങളുടെ സ്ലോപ്പും ഇന്റർസെപ്റ്റും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളത് മനസ്സിലായി. ഇനി ചോദ്യം, എങ്ങനെയാണ് അത് അപ്ഡേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് അത് മാത്തമാറ്റിക്കലി ഇത് അപ്ഡേറ്റ് ആവുന്നത്? എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഇക്വേഷൻ എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് ഗ്രേഡിയന്റ് ഡിസെൻറ്റ് അൽഗോരിതം എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു അപ്ഡേഷൻ നടക്കുന്നത്. സോ അതെന്താണെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്. എൻജോയ് ML ലേണിംഗ്.